നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ 4 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഉത്തരം ഞാൻ തന്നെ പറയാം. ഒരു കോമാളിയായ പ്രസിഡന്റ്, എന്തൊക്കെയോ പറയുന്നു. സാധാരണ ആൾക്കാർ പറയുന്ന കാര്യങ്ങളല്ല അയാൾ പറയുന്നത്. അയാൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും യാതൊരു ഉറപ്പുമില്ല. ഇത്തരത്തിൽ ഒരു ഇമേജാണ് ശ്രീ ട്രംപിനുള്ളത്. ട്രംപിന് ഈ ഇമേജ് എങ്ങനെ കൈവന്നു? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന, നിങ്ങൾ വായിക്കുന്ന, കാണുന്ന മാധ്യമങ്ങളാണ് ഇങ്ങനെ ഒരു ഇമേജ് ബോധപൂർവമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിന് കാരണം, ഈ ലോകം നിയന്ത്രിക്കുന്ന ഒരു മാഫിയ ഉണ്ട്. അതേക്കുറിച്ച് നമ്മുടെ സാധാരണക്കാർക്കായിട്ടുള്ള ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അങ്ങനെയൊന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ 100% ഉറപ്പിക്കുക. അവരുടെ ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്. ഇന്ന് ഈ ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളും അവരുടെ നിയന്ത്രണത്തിലാണ്. അവർ പറയുന്ന കാര്യം മാത്രമാണ്, അതായത് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ അവർ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുന്നവരാണ് ഈ ലോകത്തുള്ള എല്ലാ പ്രമുഖ മാധ്യമങ്ങളും. നമ്മുടെ നാട്ടിലെ മലയാള മനോരമയായാലും മാതൃഭൂമിയായാലും മറ്റ് ഏത് തന്നെ മാധ്യമമായാലും, ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്, അവരൊക്കെ തന്നെ ഈ മാഫിയകളുടെ താല്പര്യങ്ങൾ അതേപടി അനുസരിക്കുന്നവരാണ്. അവർ മനസ്സോടെയാണോ അനുസരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷേ അവർക്കൊരു ഗതികേടുണ്ട്. ഇവർ അവരെ അനുസരിച്ചില്ലെങ്കിൽ ഇവരുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും. ഇന്ന് ഈ ലോകത്തെല്ലാവർക്കും നിലനിൽപ്പാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന യാതൊന്നും ആരും ചെയ്യില്ല. അതുകൊണ്ടാണ് അവരിൽ ഭൂരിപക്ഷം പേരും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് കൊടുത്തിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, ട്രംപ് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതൊരല്പം പരിഹാസ രൂപേണ അവതരിപ്പിക്കണം. അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കും അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ ഒരു തോന്നലുള്ളത്. നേരെ മറിച്ച് ഇവർ ട്രംപിനെക്കുറിച്ച് എഴുതുന്നത് നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ മോദിയെക്കുറിച്ച് എഴുതുന്ന പോലെയാണ് എങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ധാരണ എന്താകും? ട്രംപ് എൻ്റെ നിരീക്ഷണത്തിൽ ഈ ലോകം കണ്ട ഏറ്റവും നല്ല ഒരു ഭരണാധികാരിയാണ്. നല്ല മനസ്സുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ജനങ്ങളുടെ നന്മയാണ് ലക്ഷ്യമിടുന്നത്. ലോകം സമാധാനത്തോടെ ജീവിക്കണമെന്നും ഈ ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളുടെ കൈകളിൽ നിന്നും അതിനെ രക്ഷപ്പെടുത്തണമെന്നുമൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ വിചാരിച്ചാൽ അത് നടക്കില്ല. ഈ ലോകത്തുള്ള ജനങ്ങൾ ഒന്നടങ്കം അതേക്കുറിച്ച് ചിന്തിക്കണം. ജനങ്ങൾ ചിന്തിച്ചെങ്കിൽ മാത്രമേ അതിന് പരിഹാരമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ട്രംപ് പറഞ്ഞ ആ 4 കാര്യങ്ങൾ എന്താണ്? ഒന്ന്, അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ്. ഒന്നല്ല, 2 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത്, അദ്ദേഹം പറഞ്ഞു ഈ കാലാവസ്ഥാ വ്യതിയാന തിയറി എന്ന് പറയുന്നത് ഒരു വലിയ തട്ടിപ്പാണ്. 100% അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ നിങ്ങളോട് ഒരു കാര്യം മാത്രം പറയാം. കാലാവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നിയന്ത്രണത്തിലുള്ള ഒന്നല്ല. പ്രകൃതിയുടെ കൈകളിലിരിക്കുന്ന, പ്രകൃതി തീരുമാനിക്കുന്ന ഒന്നാണ് കാലാവസ്ഥ. കാലാവസ്ഥയ്ക്ക് ഒരു സ്ഥിരമായ രൂപമൊന്നുമില്ല. കാലാവസ്ഥ മുമ്പും പലവട്ടം പല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇപ്പോഴും കാലാവസ്ഥ പല രീതിയിൽ മാറുന്നുണ്ട്. ഇതെല്ലാം തീരുമാനിക്കുന്നത് പ്രകൃതിയാണ്. ഈ പ്രകൃതിയിലെ ഒരു വെറും ജീവിയായിട്ടുള്ള മനുഷ്യന് പ്രകൃതിയുടെ മേൽ, ഇപ്പോൾ ഭൂമിയുടെ സഞ്ചാരമുണ്ട്, അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണമുണ്ട്, അതേപോലെ തന്നെ ഭൂമിയിൽ ഉള്ള കാലാവസ്ഥ, ഇതിലൊന്നും ഒരു സ്വാധീനവും ചെലുത്താൻ പറ്റില്ല. നമ്മൾ എന്തു തന്നെ ചെയ്താലും ശരി, അതൊന്നും തന്നെ ഈ പ്രകൃതിയുടെ പ്രവർത്തനത്തെ ബാധിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ട്രംപ് പറഞ്ഞത് കാലാവസ്ഥാ വ്യതിയാന തിയറി ഒരു തട്ടിപ്പാണ്. ഈ തിയറി കൊണ്ടുവന്നത് ചില വലിയ ബിസിനസ്സുകൾ ലക്ഷ്യം വെച്ചാണ്. അതിലൊന്നാണ് ഇലക്ട്രിക് വാഹനങ്ങൾ എന്നുള്ളത് മാത്രം നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കുക. കൂടുതലായിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ കുറേ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്തു എന്നാണ്. 7 യുദ്ധങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ 8 എന്ന് പറയാം. കാരണം ഗാസയിലെ യുദ്ധവും അദ്ദേഹം നിർത്തൽ ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കണം. കുറഞ്ഞത് ഇറാൻ ഇസ്രായേൽ കാര്യത്തിലെങ്കിലും അത് ശരിയാണെന്ന് നമുക്കറിയാം. ഇറാൻ ഇസ്രായേൽ യുദ്ധം നിർത്തൽ ചെയ്തത് ട്രംപാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തൽ ചെയ്തത് താനാണെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ നമ്മുടെ ഇവിടം ഭരിക്കുന്ന സർക്കാർ നമ്മളോട് ഒരിക്കലും ശരിയായിട്ട് സത്യമോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു കാര്യമോ പറയില്ല. അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്നു. എന്തുകൊണ്ട് നടന്നുവെന്ന് ഇപ്പോഴും അവർ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം പുറത്തുവിട്ടിട്ടില്ല.
നമ്മളെല്ലാം അത് മറന്ന് ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞായിരിക്കും ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതുപോലെ ജനങ്ങളിൽ നിന്നും എല്ലാം മറച്ചു വെക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് ട്രംപ് ആണോ അല്ലയോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, ആദ്യമായിട്ട് യുദ്ധം നിർത്തൽ ചെയ്ത വാർത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപാണ്. അദ്ദേഹം പറഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതായിട്ടാണ് നമ്മൾ ആദ്യം അറിയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തീർന്നു എന്നുള്ളത്. പിന്നീട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഗർഭിണികൾ പാരസെറ്റമോൾ കഴിക്കാൻ പാടില്ല, കുട്ടികൾക്കും പാരസെറ്റമോൾ കൊടുക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഗർഭിണികൾ പാരസെറ്റമോൾ കഴിക്കുന്നത് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വലിയ അപകടമുണ്ടാക്കും എന്ന് അദ്ദേഹം പറഞ്ഞതിനെ നമ്മുടെ നാട്ടിലെ പാരസെറ്റമോൾ സ്നേഹികളായിട്ടുള്ള ആരോഗ്യ വിദഗ്ധർ ശക്തമായിട്ട് എതിർത്തു. ട്രംപിന് എന്തറിയാം എന്നാണ് അവർ ചോദിച്ചത്. ട്രംപ് എന്തെങ്കിലും പറയുന്നത് അദ്ദേഹത്തിന് തലേദിവസം തോന്നുന്ന ഒരു കാര്യം വന്ന് രാവിലെ പറയുന്നതല്ല. അദ്ദേഹത്തിന് മുമ്പിൽ കിട്ടുന്ന കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വെച്ചിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് പച്ചയായ പരമാർത്ഥമാണെന്നുള്ളത് വിവരമുള്ള എല്ലാവർക്കും അറിയാം. പാരസെറ്റമോൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഗുളികയാണ്. അത് ഒരു കാരണവശാലും ശരി ഗർഭിണികൾ കഴിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞത് ആ ഗർഭിണികളെ കരുതി തന്നെയാണ്. കാരണം ഇതൊരു ചെറിയ അനസ്തെറ്റിക് ഗുളികയാണ്. ഒരു അനസ്തേഷ്യ പോലെയാണ് അത് പ്രവർത്തിക്കുന്നത്. ഇത് കഴിക്കുന്ന ആൾക്കാരുടെ കരളിനും കിഡ്നികൾക്കും തകരാറുണ്ടാകും എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ആ പറഞ്ഞത് ആർക്ക് വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ അവർ കേൾക്കും, ഇല്ലെങ്കിൽ അവർ കേൾക്കില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കുട്ടികളിൽ ഓട്ടിസം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം അവർക്ക് ചെറുപ്പത്തിൽ കൊടുക്കുന്ന വാക്സിനേഷനുകൾ ആണെന്നാണ്. ഇതിന് ശാസ്ത്രീയമായിട്ട് തെളിവൊന്നുമില്ലെന്ന് വാക്സിനെ അനുകൂലിക്കുന്ന പലരും പറഞ്ഞിരുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ വാക്സിൻ എന്ന് പറയുന്ന സാധനം തന്നെ അശാസ്ത്രീയമാണ്. അതേക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം ശാസ്ത്രത്തിന് എതിരായിട്ടുള്ള, മെഡിക്കൽ സയൻസിൻ്റെ എല്ലാ എത്തിക്സിനും തിയറികൾക്കും എതിരായിട്ടുള്ള ഒന്നാണ് ഈ വാക്സിനേഷൻ. അതേക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുട്ടികളിൽ ഓട്ടിസം വ്യാപകമാകുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം അവർക്ക് കൊടുക്കുന്ന കുത്തിവെപ്പുകളാണ്. കുത്തിവെപ്പുകൾ കൊടുക്കാൻ തുടങ്ങിയ ശേഷമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഓട്ടിസം ഉണ്ടാകാൻ തുടങ്ങിയത്. അതിനുമുമ്പ് ഓട്ടിസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓട്ടിസം എന്ന് പറയുന്നത് എന്തുകൊണ്ടുണ്ടാകുന്നു? ഒരു ജനിതക തകരാറാണ്. വളരെ വലിയൊരു ദുരന്തമാണത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ പോലും നിരവധി ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിപാലിക്കുന്ന, അവർക്ക് വേണ്ടി മാത്രമുള്ള സ്കൂളുകളും സ്ഥാപനങ്ങളും ഉണ്ട്. നമ്മളൊരു 10-35 കൊല്ലം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും 6, 7, 8, 10, 12 കുട്ടികളാണ് ജനിച്ചുകൊണ്ടിരുന്നത്. അവരുടെ കൂട്ടത്തിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു കുഞ്ഞാണ് ജനിക്കുന്നത്. കൂടി വന്നാൽ 1, പരമാവധി അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ 2 കുട്ടികൾ. അങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്ക് പോലും ജനിതക തകരാറുണ്ടാവുകയാണ്. അത്യന്താധുനിക മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ എല്ലാ പരിചരണങ്ങളുമൊക്കെ ഏറ്റുവാങ്ങി അവർ പറയുന്നത് പോലെ മരുന്നുകളുമൊക്കെ കഴിച്ച് അവരുടെ നിർദ്ദേശമനുസരിച്ച് പ്രസവിക്കുന്ന ആൾക്കാരുടെ കുട്ടികൾക്കാണ് ഇത് ഉള്ളത് എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. അപ്പോൾ ആ കുട്ടികൾക്കത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് അമേരിക്കയിൽ ഇപ്പോഴത്തെ ഭരണകൂടം നടത്തിയ അന്വേഷണത്തിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ സംക്ഷിപ്തമാണ് അദ്ദേഹം പറഞ്ഞത്, കുട്ടികൾക്ക് ഓട്ടിസം ഉണ്ടാകാൻ വാക്സിനുകൾ കാരണമാകുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ട്രംപ് പറഞ്ഞ ഈ 4 കാര്യങ്ങളും വളരെ പച്ചയായിട്ടുള്ള സത്യങ്ങളാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ശരിയല്ല എന്നുള്ളത് കാലാവസ്ഥാ വ്യതിയാനം എന്ന തട്ടിപ്പ് തീരെ വെച്ച് പണമുണ്ടാക്കാനിരിക്കുന്ന ആൾക്കാർ, അതേപോലെ തന്നെ മറ്റ് ബിസിനസ്സുകൾ ചെയ്യുന്ന, മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ബിസിനസ്സുകൾ ചെയ്യുന്ന എല്ലാ ആൾക്കാരും എതിർക്കും. അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് പറയും. കാരണം അവരുടെ കള്ളക്കച്ചവടത്തെ, ജനങ്ങളെ ചതിക്കുന്ന കച്ചവടത്തെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ശ്രീ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റ് ജനങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അദ്ദേഹം എപ്പോഴും സമാധാനം തന്നെയാണ് കാക്ഷിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് പരിമിതിയുണ്ട്. നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഏത് തീരുമാനമെടുത്ത് നടപ്പിലാക്കാം എന്നൊരു ധാരണ പുലർത്തുന്നുണ്ട്. അത് ശരിയല്ല. അമേരിക്കൻ പ്രസിഡന്റിനെ തനിച്ച് ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹത്തിന് പറ്റുമായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരുപാട് തീരുമാനങ്ങൾ എടുത്തേനെ. എന്നാൽ അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ധാരാളം നല്ല തീരുമാനങ്ങൾ ആൾക്കാർക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട തീരുമാനം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ തന്നെ മരുന്ന് മാഫിയകളുടെ കൈകളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മരുന്ന് മാഫിയകൾക്കെതിരെ പടപൊരുതുന്ന ചിലരെയാണ് ആരോഗ്യരംഗത്തിൻ്റെ തലപ്പത്ത് കൊണ്ടിരുത്തിയത്. അപ്പോൾ ട്രംപിനെ കുറിച്ച്
നമ്മുടെ മുമ്പിൽ ഈ മാധ്യമങ്ങൾ വരച്ചു കാട്ടുന്ന കൊമേഡിയൻ കോമാളി എന്നുള്ള ആ ചിത്രം, അത് ബോധപൂർവമായിട്ട് ട്രംപിനെ പോലെയുള്ള നല്ല ഭരണാധികാരികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുടെ, അവരുടെ സ്വാധീനം ഇല്ലാതാക്കാനായിട്ട് ബോധപൂർവം ശ്രമിക്കുന്നവരുടെ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയണം. താങ്ക് യു.